നമസ്കാരം. പ്രധാന വാർത്തകൾ. താനൂർ കസ്റ്റഡി മരണം. SP സുജിത് ദാസിനെ വീണ്ടും ചോദ്യം ചെയ്തു. താനൂർ കസ്റ്റഡി മരണക്കേസിൽ മലപ്പുറം മുൻ SP സുജിത് ദാസിനെ CBI വീണ്ടും ചോദ്യം ചെയ്തു. PV അൻവർ MLAയുമായുള്ള ഫോൺ സംഭാഷണത്തിലെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യൽ. തിരുവനന്തപുരത്തെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1-നാണ് മലപ്പുറം താനൂരിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമിർ ജിഫ്രി എന്ന യുവാവ് മരിച്ചത്. കസ്റ്റഡി മർദ്ദനമാണ് മരണകാരണമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് SP പ്രത്യേക സംഘത്തിലെ അംഗങ്ങളായ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിനേഷ്, ആൽവിൻ അഗസ്റ്റിൻ, അഭിമന്യു, വിപിൻ എന്നിവരെ CBI നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ട്രക്കിന്റെ പിന്നിലേക്ക് കാർ ഇടിച്ചു കയറി 4 പേർക്ക് ദാരുണാന്ത്യം. കാറും ട്രക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. കാർ യാത്രക്കാരാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഡൽഹി ഡെറാഡൂൺ പതഞ്ജതെ ബൈപ്പാസിന് സമീപമാണ് ദാരുണമായ അപകടം സംഭവിച്ചത്. ഉത്തർപ്രദേശിലെ അലിഗഡിൽ നിന്ന് ഔലിയിലേക്ക് 7-അംഗ സംഘം എർട്ടിക കാറിലാണ് യാത്ര ചെയ്തിരുന്നത്. ഹൈവേയിൽ സഞ്ചരിക്കുകയായിരുന്ന ട്രക്കിന്റെ പിന്നിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. മരിച്ച 4 പേരും അലിഗഡ് സ്വദേശികളാണ്. 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവരാണ് മരിച്ച എല്ലാവരും. പരിക്കേറ്റ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇത് ചരിത്രം. ആദ്യ സ്വകാര്യ ബഹിരാകാശ നടത്ത ദൌത്യം വിജയം കണ്ടു. ചരിത്രത്തിലെ ആദ്യ സ്വകാര്യ ബഹിരാകാശ നടത്ത ദൌത്യം വിജയം. സ്വകാര്യ വ്യക്തികളുടെ ആദ്യ ബഹിരാകാശ നടത്തവും അപ്പോളോയ്ക്ക് ശേഷം മനുഷ്യരെ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ ബഹിരാകാശത്തെത്തിക്കുന്നതും പൊളാരിസ് ഡൌൺ ദൌത്യത്തിലൂടെ സാധ്യമാക്കിയ സ്പേസ് എക്സിന് അഭിമാനിക്കാം. ജാരെ ഐസാക്മാൻ, സ്കോട്ട് പൊട്ടി, സാറ ഗില്ലീസ്, അന്ന മേനോൻ എന്നിവരാണ് ദൌത്യത്തിലുള്ളത്. ജാരെ ഐസാക്മാനാണ് ആദ്യം പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്. കോടീശ്വര വ്യവസായിയായ ഇദ്ദേഹമാണ് ദൌത്യത്തിന്റെ ചെലവ് വഹിക്കുന്നത്. പിറകെ സാറ ഗില്ലീസ് പുറത്തിറങ്ങി. 2 പേരും 7 മിനിറ്റ് വീതം ബഹിരാകാശത്ത് ചെലവഴിച്ചു. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് സെപ്റ്റംബർ 10 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഭൂമിയിൽ നിന്ന് 700 കിലോമീറ്റർ ഉയരത്തിലുള്ള പുതിയ ഭ്രമണപഥം ലക്ഷ്യമാക്കി പൊളാരിസ് പേടകം കുതിച്ചത്. മണിക്കൂറുകൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിലാണ് വ്യാഴാഴ്ച ദൌത്യസംഘം ഡ്രാഗൺ ക്രൂ പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്. പൊളാരിസ് പ്രോഗ്രാമിൽ തീരുമാനിച്ച 3 വിക്ഷേപണ ദൌത്യത്തിൽ ആദ്യത്തേതാണ് ഇത്. ആലപ്പുഴയിൽ ഓണ സ്പെഷ്യൽ ഡ്രൈവിൽ കുടുങ്ങി യുവാക്കൾ. ആലപ്പുഴയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 2.5 കിലോ കഞ്ചാവുമായി 3 പേർ അറസ്റ്റിൽ. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ശ്രീനാഥ്, കോഴിക്കോട് വടകര സ്വദേശി ഷാഹിദ്, മലപ്പുറം തിരൂർ സ്വദേശി അരുൺ എന്നിവരെയാണ് ഓണ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ എക്സൈസ് സംഘം പിടികൂടിയത്. 4-അംഗ സംഘത്തിൽ ഒരാൾ എക്സൈസ് സംഘത്തെ കണ്ട് രക്ഷപ്പെട്ടു. 2.55 കിലോ കഞ്ചാവിനൊപ്പം കഞ്ചാവ് വിറ്റ് കിട്ടിയ 18,000 രൂപ, 3 മൊബൈൽ ഫോണുകൾ എന്നിവയും എക്സൈസുകാർ പിടിച്ചെടുത്തു. രക്ഷപ്പെട്ട 4-ാം പ്രതി തിരുവനന്തപുരം ബോളക്കാട് BA ഡിവിഷൻ സ്വദേശി മനോജിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. PV അൻവറിന് ഭീഷണിക്കത്ത്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് DGPക്ക് കത്ത് നൽകി PV അൻവർ MLA. വീടിനും സ്വത്തിനും സംരക്ഷണം വേണമെന്നാണ് ആവശ്യം. തന്നെ കൊലപ്പെടുത്താനും വീട്ടുകാരെ അപായപ്പെടുത്താനും സാധ്യതയുണ്ടെന്നും കത്തിൽ പറയുന്നു. തനിക്കെതിരെ ഭീഷണിക്കത്ത് വന്നെന്നും ജീവഭയമുണ്ടെന്നും കാണിച്ചാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കത്തിന്റെ പകർപ്പും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. DGPയുമായി PV അൻവർ MLA നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് MLAയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ പരാതി നൽകിയിരിക്കുന്നത്.